കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറി. മന്ത്രിസഭാ വികസനത്തിലെ അതൃപ്തിയാണ് പൊട്ടിത്തെറിക്ക് കാരണം. എം.എൽ.എ. യശ്വന്ത്രേയ ഗൌഡ പാട്ടീൽ ഉൾപ്പെടെയുള്ള എം.എൽ.എമാർ രാജി നൽകി. വിവരങ്ങളുമായി ആദർശ് ചേരുകയാണ്. ആദർശ്, ഈ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം കർണാടക കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ DKS വിഭാഗവും സിദ്ധരാമയ്യ വിഭാഗവും തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കർണാടക കോൺഗ്രസിൽ നടക്കുന്നത്. എന്താണ് പുതിയ ഡെവലപ്മെന്റ്സ്? കർണാടക കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനം മാറിയതിനു ശേഷം സിദ്ധരാമയ്യ ഒരു ഭാഗത്ത്, മുഖ്യമന്ത്രി DK ശിവകുമാർ മറുഭാഗത്ത് നിലനിന്നുകൊണ്ട് വലിയ തർക്കങ്ങൾ കോൺഗ്രസിൽ ഉടലെടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രിസഭാ വികസനത്തിലെ അതൃപ്തിയാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. MLA യശ്വന്ത്രേയ ഗൌഡ പാട്ടീൽ ഉൾപ്പെടെയുള്ള MLA മാർ രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. ആദർശ, പറയൂ, എന്താണ് കർണാടക കോൺഗ്രസിൽ സംഭവിക്കുന്നത്? നീലിമ, കർണാടക കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭാ വികസനത്തെ ചൊല്ലിയുള്ള അതൃപ്തി ഇപ്പോൾ MLA മാരുടെ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഒരു MLA രാജിക്കത്ത് നൽകിയപ്പോൾ ബേലൂർ MLA രാജി പ്രഖ്യാപിക്കുകയും നാളെ രാവിലെ തന്റെ രാജി ഔദ്യോഗികമായി നൽകുമെന്ന് അറിയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭാ വികസനത്തിൽ ഒഴിവാക്കപ്പെട്ടതാണ് MLA മാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യ പക്ഷവും DK ശിവകുമാർ പക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ വികസനത്തിൽ സിദ്ധരാമയ്യ പക്ഷ MLA മാരെ ഒഴിവാക്കുന്നതിനുള്ള ആസൂത്രിത നീക്കം നടക്കുമെന്നാണ് ആ പക്ഷ MLA മാരുടെ ഒരു പരാതി. സിദ്ധരാമയ്യ പലപ്പോഴും DK ശിവകുമാറുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് MLA മാരുടെ രാജിയിൽ നിന്ന് വ്യക്തമാകുന്നത്. നീലിമ, ശരി, കർണാടക കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്.